എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടത് ചന്ദ്രസേനും കിരണും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ഈ സമയത്ത് സരിയും ചാരിയും ക്ഷേത്രത്തിൽ തൊഴുത് അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പൂ മേടിക്കാണ്ട് നിൽക്കുന്ന സമയത്താണ് അവരങ്ങോട്ട് വരുന്നത് കണ്ടേ. പെട്ടെന്ന് ചന്ദ്രസേന അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു, ഓ പുതിയ സാരിയൊക്കെയാന്ന് തോന്നല്ലോ എന്ന് പറയണ. ഇത് കേട്ടതും പെട്ടെന്ന് സരിയ പറഞ്ഞു, അതെ പുതിയ സാരിയാ, ഇതെന്റെ അമ്മ എനിക്ക് ഓണത്തിന് സമ്മാനമായി തന്നോ. ഓ ഓണക്കോടി ആയിരിക്കും അപ്പൊ അല്ലേന്ന് ചോദിക്കാം. പെട്ടെന്ന് ശാരിക്ക് അപകടം മണത്തു. എന്തൊക്കെയോ ഒരു സംശയങ്ങൾ ചന്ദ്രസേന്റെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമല്ലോ. ഈ സമയം സരയ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നായിരിക്കില്ല രണ്ടുപേരും. കോമ്പറ്റീഷൻ ആയതുകൊണ്ട് വെറുതെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രയോജനം കാണത്തില്ല. അവള് തോറ്റു തുന്നം പാടിയേ വരുള്ളൂ എന്ന് പറയാണ്. ഇനിയിപ്പൊ അവള് ജയിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദേ അവളുടെ പേര് എന്റെ പട്ടിക്ക് ഇട്ടോളാൻ പറയാണ്. ഇത് കേട്ടതും കിരണ് ദേഷ്യം വന്നു. കിരൺ പറഞ്ഞു, അതെ അതിനുള്ള യോഗ്യത പോലും നിനക്കോ നിന്റെ വീട്ടിലെ നായിക്കോ ഇല്ല. പറഞ്ഞു കേട്ടല്ലോ, എന്റെ കല്യാണം ജയിച്ചിട്ട് വരും, അത് ഉറപ്പായിട്ടുള്ള കാര്യ, അതിനൊരു സംശയമില്ല. പക്ഷെ എന്ന് പറഞ്ഞാലും ആ പേര് ഞാൻ നിനക്കോ നിന്റെ വീട്ടിലുള്ള ആർക്കും ഇടാനും ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, അതിനുള്ള യോഗ്യത പോലും നിനക്കൊന്നും ഇല്ലടി എന്ന് പറയാം. കാരണം നിന്റെ അച്ഛന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ്. എന്താടാ നിർത്തിയത്, പറയടാന്ന് പറയണം. ഇത് കേട്ടതും കിരണ് പിന്നെ ദേഷ്യം വന്നു. കിരൺ പറഞ്ഞു, അതെ നിന്റെ അച്ഛൻ പല സ്ത്രീകളോടെ നടന്നിട്ടല്ലേ, പിന്നെ എന്നെ കൊണ്ടൊന്ന് കൂടുതൽ പറയിപ്പിക്കരുത്, ഇത്ര ഞാൻ പറഞ്ഞങ്ങ് നിർത്തുവാന്ന് പറയണം. അത് കേട്ട് സരിയോ പറഞ്ഞു, എന്താടാ നീ പറഞ്ഞേ, എന്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറഞ്ഞോ. അനാവശ്യമല്ല, ഉള്ള കാര്യം പറഞ്ഞേ. നാട് നീളമുള്ള സ്ത്രീകളോട് പറയാൻ നടക്കുന്ന നിന്റെ അച്ഛൻ, അത് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടെന്ന് പറയാം. ഇത് കേട്ടും സരിയ പറഞ്ഞു, കേട്ടോ അമ്മേ, ഇവൻ പറഞ്ഞു കേട്ടോ, ഇവന്റെ കർണക്കുറ്റി നോക്കി ഒറ്റോണം പൊട്ടിക്കുക ഞാൻ ചെയ്യണ്ടേന്ന് പറയണം. ഇത് കേട്ട കിരൺ പറഞ്ഞു, എന്നാ തല്ലടി, ധൈര്യം ഉണ്ട് നീ ഒന്ന് തല്ലി നോക്ക്. അതെങ്ങനെയാ, അതിനുള്ള കൈ ഒന്നും നിനക്ക് പൊങ്ങില്ലടി മോളെ, അതിനെ ഇച്ചിരി തൻ്റെ ഒക്കെ വേണം. നിന്നെ പോലെയുള്ള ഒരുത്തിനെ കൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ് കിരണ്. ഈ സമയം ചന്ദ്രസേനൻ പറഞ്ഞു, എടാ മോനെ നീ ഇങ്ങോട്ട് വരാൻ പറയാണ്. അന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ്. ഈ സമയം ശാരി പറഞ്ഞു, എന്തിനാ മോളെ അവനോട് വെറുതെ വഴക്കുണ്ടാക്കാൻ പോണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ. എന്റെ അമ്മേ അവൻ പറഞ്ഞത് കേട്ടോ, വെറുതെ ആവശ്യമില്ല കാലത്തെ കാര്യത്തിന് അവന്റെ ഭാര്യ അങ്ങോട്ട് ജയിച്ചങ്ങ് വരുമെന്ന് ഓർത്തണ്ട അവനീ കിടന്ന് തുള്ളി കളിക്കുന്നത്. ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. അതിനു വേണ്ടിയിട്ട് പൂജകളും വഴിപാടുകളും നടത്താനായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സരയു വാരാന്ന് അവന് ശരിക്കും അറിയത്തില്ല എന്ന് പറയാം. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് രണ്ടിനെ രണ്ട് വഴിക്കാക്കുന്ന്, മിക്കവാറും ഉടനെ തന്നെ അത് ഉണ്ടാവും പറയാം. ഈ സമയം കിരൺ അങ്ങ് ചെന്നിട്ട് ചോദിച്ചു, എന്താ അച്ഛാ, അച്ഛൻ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞു. അല്ല മോനെ എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയും. എന്താ, സരി ഉടുത്തിരിക്കുന്ന സാരി കണ്ടില്ലേ, ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ച മോൻ കേട്ടോന്ന് ചോദിക്കും. അതെ ആ സാരി ഉണ്ടല്ലോ, ഞാൻ താരയുടെ കൈ കൊടുത്തു വിട്ട സാരിയാന്ന് പറയണേ. താരാന്റിയുടെ അച്ഛൻ കൊടുത്തു വിട്ടോ. അതെ മോനെ, ഒരു കാര്യം ഉറപ്പായി, അതെ അവളെ കാണാനായിട്ട് താര അവിടെ ചെന്നിട്ടുണ്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ അപകടം നടന്നതെന്ന് എനിക്ക് തോന്നുന്നേ. ഒരു പക്ഷെ അവളെ പിടിച്ച് നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്യുവാണെങ്കിൽ സത്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞേക്കും. അവളുടെ അമ്മ കൊടുത്താന്നല്ലേ പറഞ്ഞേ, ശാരീനെ തന്നെ പിടിച്ച് ചോദ്യം ചെയ്യാന്ന് പറയാം. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, എന്നാ ശരി, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവരെ ഒന്ന് പിടിച്ച് ചോദ്യം ചെയ്യാം, ഞാൻ അവരെ പോയി വിളിച്ചോണ്ട് വരാന്ന് പറയണം. അങ്ങനെ കിരൺ അങ്ങോ ചെന്നിട്ട് പറഞ്ഞു, അതെ ആന്റി ഇങ്ങോട്ട് വന്നേ, ആന്റിയുടെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ടെന്ന് പറയണം. ഇത് കേട്ട ശാരി ചോദിച്ചു, എന്താ മോനെ, എന്താ ചോദിക്കാനുള്ളതെന്ന് ചോദിക്കാം, ആന്റിയും കൂടെ വാ. പെട്ടെന്ന് അങ്ങ് പോയി. അതെ മോൾ ഇവിടെ നിൽക്കുക, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. സാരി വെച്ച്, അമ്മ എങ്ങോട്ടാ പോകുന്ന, അമ്മ എവിടെ നിൽക്കാൻ പറയണം. മോൾ അവിടെ നിൽക്കാനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അങ്ങ് പോവാ. കാരണം ശാരിക്കറിയാം അവള് കൂടെ വന്ന ആകെപ്പാടെ പ്രശ്നമാവും, അവള് സത്യങ്ങളൊക്കെ മനസ്സിലാവും, അതൊരിക്കലും പാടില്ല. അങ്ങനെ ശാരി അങ്ങ് എന്ന് കഴിഞ്ഞപ്പോ ചന്ദ്രസേനൻ ചോദിച്ചു, താര അവിടെ വന്നില്ലായിരുന്നു ചോദിക്കുക. താരയോ, താര വന്നില്ല എന്ന് പറയാം. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, കള്ളത്തരം പറയണ്ട. ദേ ചന്ദ്രസേനൻ പറഞ്ഞു, ഞാൻ കൊടുത്തുവിട്ട സാരിയാണത്, താരയുടെ കയ്യില് ആ സാരിയാണ് സരി കൊടുത്തിരിക്കുന്നത്, കൊടുത്തത് നീയും, അപ്പൊ താര അവിടെ വന്നില്ലെന്ന് നീ തർക്കിക്കണ്ടെന്ന് പറയാം. ഇത് കേട്ടത് അപകടമാണത് ശാരിക്ക്. ശാരി പെട്ടെന്ന് പറഞ്ഞു, ശരി വന്നായിരുന്നു പറയണം. ഓഹോ, എന്നിട്ട് നീ എന്താ വന്നില്ല എന്ന് പറഞ്ഞേ. അല്ല അത് പിന്നെ ഞാന് ഒന്നുമില്ലാന്ന് പറയണ. ഇത് കേട്ട കിരൺ പറഞ്ഞു, സത്യം പറ, നിങ്ങളല്ലേ താരാന്റിനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് ചോദിക്കണേ. കൊല്ലാൻ ശ്രമിച്ചോ? ഇല്ല, അവള് വീട്ടിൽ വന്നു ഈ സാരി തന്നിട്ട് പോയി. അപ്പൊ സരുവിനെ കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ ഇത് കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിച്ചു വെക്കുക ചെയ്തേ, അല്ലാതെ ഇത് ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണ. പെട്ടെന്ന് കിരൺ സത്യം പറഞ്ഞാണോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളെ പോലീസ് തൂക്കിയെടുത്തോണ്ട് പോകുന്നു പറയണ. സത്യമോ കിരൺ മോനെ ഞാൻ പറയണേ,
താരനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം. ഇത് കേട്ട ചന്ദ്രസേനൻ പറഞ്ഞു, അധികം വൈകാതെ സത്യങ്ങളൊക്കെ പുറത്തു വരും. താരയ്ക്ക് ബോധം വീണിട്ടുണ്ട്, പക്ഷെ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയിട്ടില്ലെന്നുള്ളൂ. ഓർമ്മശക്തി തിരിച്ചു കിട്ടിക്കഴിയുമ്പം നിന്റെ പേരാണ് പറയുന്നെങ്കിൽ ഞാൻ ഒരു വരവങ്ങോട് വരും ശാരി. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. നിനക്ക് നിന്റെ ഭർത്താവിനും നിന്റെ മോൾക്കും നിങ്ങളുടെ ജീവിതം അങ്ങോട്ട് നഷ്ടമാവും. മോള് സത്യങ്ങളൊക്കെ അറിയും. അത് മാത്രമല്ല ബാക്കിയുള്ള വേറെ പല സത്യങ്ങളും അറിയാനുണ്ട്. ആ സത്യങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ചു പറയും. നീ പോലും അറിയാത്ത പല രഹസ്യങ്ങളും ഉണ്ട്. അതങ്ങ് വിളിച്ചു പറഞ്ഞാണ്ടല്ലോ പിന്നെ നീ ഒന്നും ഈ ഭൂമിക്ക് മീതെ ജീവനോടെ കാണില്ല എന്ന് പറയാം. അതും പറഞ്ഞ് വാടാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കിരണ്ണൻ കാറിക്കറ്റിയും കൂടി കൊണ്ടുപോവാണ്. ഈ സമയം സാരിയും ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മേ, അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കണേ? ദേ അയാൾ എന്തേലും പറഞ്ഞു എന്ന് ചോദിക്കും. ഒന്നുമില്ല അല്ലേ. അല്ല എന്തോ കാര്യമുണ്ട്. അമ്മയുടെ മുഖം കണ്ടാ അറിയാലോ എന്തോ ടെൻഷൻ ഉണ്ട്. അമ്മേനെ എന്തോ ചീത്ത പറഞ്ഞു തോന്നേ. അല്ല നിന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാ, നിന്റെ അച്ഛന്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവം ഉണ്ടല്ലോ അതിനെക്കുറിച്ച് സംസാരിച്ചാന്ന് പറയാം. പക്ഷെ എങ്കിൽ സരുവിന് അത് കേട്ട് അത്രയും കൂടി വിശ്വാസം വന്നില്ല. അമ്മ എന്തോ എന്തോ കാര്യങ്ങളൊക്കെ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും അമ്മയുടെ മോൻ ടെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ 2 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്തോ മനസ്സിന് ബുദ്ധിമുട്ടുള്ള പോലെ. പിന്നീട് അവര് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെന്ന് ഇനിയിപ്പം എത്രയും പെട്ടെന്ന് മരുമോനെ കാണണം. മരുമോനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. ഇനിയിപ്പം സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി മിക്കവാറും അവനെ ചീട്ട് കീറുന്നുള്ള കാര്യം ഉറപ്പാ. പിന്നീട് സരിയും അങ്ങോട്ട് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ മനോഹർ അങ്ങോട്ട് വന്നു. അല്ല എന്താ അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കും. അത് മോനെ എനിക്ക് നിന്നോട് കാര്യം സംസാരിക്കാണ്ട്, നീ ഇങ്ങോട്ട് വരാനും പറഞ്ഞ് പുറത്തേക്ക് ഇങ്ങോട്ട് വിളിച്ചിറക്കൊണ്ട് പോവാ. അല്ല അമ്മയ്ക്ക് എന്നാ സംസാരിക്കാനുള്ളേ? അതെ ആ ചന്ദ്രസേനും കിരണും എന്തോ നല്ല സംശയം ഉണ്ടെന്ന് പറയാം. എന്ത് സംശയം? താരനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് നമ്മളാണോന്ന്. അമ്മ എന്തൊക്കെയാ പറയണേ? അത് മോനെ അവള് വന്നപ്പോ ഓണത്തിനായിട്ടൊരു കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് സരവിനുള്ള സാരിയായിരുന്നു. ആ സാരിയും കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ ചന്ദ്രസേന മേടിച്ച് കൊടുത്തു വിട്ടാന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ആ സാരി എടുത്തോണ്ട് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രസേന കയ്യോടെ പിടികൂടിയെന്ന് പറയാം. താര ഇവിടെ വന്നെന്നുള്ളൊരു തെളിവായല്ലോ. മിക്കവാറും എനിക്കൊരു കാര്യം ഉറപ്പായി, അവരന്വേഷിച്ച് വരുമെന്ന് പറയാം. ഇനിയിപ്പോ എന്ത് ചെയ്യുമേ എനിക്കറിയില്ലട മോനെ. നീ ഒരു കാര്യം ചെയ്യാം, എങ്ങനെയെങ്കിലും താരയുടെ സ്ഥിതിഗതികൾ എന്താണെന്ന് ഒന്ന് പോയി അന്വേഷിക്കാൻ പറയണം. അമ്മ പേടിക്കണ്ട, അമ്മ ടെൻഷൻ അടിച്ച് കൊളാക്കണ്ട. ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞാലും നമുക്കൊന്നും അറിയത്തില്ല. താരെന്ന സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ വന്നിട്ടുണ്ടായിരുന്നു, അത്രമാത്രം പറഞ്ഞാൽ മതി അവരോട്. അല്ലാതെ കൂടുതലൊന്നും അമ്മ വിസ്തീരിക്കാനും പോകണ്ടെന്ന് പറയണം. അത് കേട്ടതും ശാരി പറഞ്ഞു, എനിക്കറിയാം മോനെ, പക്ഷെ എനിക്ക് ടെൻഷൻ അടക്കാൻ പറ്റുന്നില്ല. എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ? പിന്നെ മോളുടെ കാര്യം തന്നെ ചിന്തിച്ചു നോക്കിയേ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഓർക്കാൻ പറ്റില്ലെന്ന് പറയാം. അമ്മ എന്തിനു മാത്രം ടെൻഷൻ അടിക്കണ എന്തിനാ? സരുവിന്റെ കാര്യമല്ലേ, അതോർത്ത് അമ്മ വിഷമിക്കണ്ട. ഞാൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മോനെ നീ എത്രയും പെട്ടെന്ന് അവളെ കൊണ്ട് അമേരിക്കയ്ക്ക് പോകാൻ നോക്ക്. ഇനിയിപ്പോ എന്നെ കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല. അവളുടെ ജീവിതം സേഫാണ്. അവൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. അല്ലമ്മേ അവള് പ്രസവിക്കാതെ എങ്ങനെ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ താമസിപ്പിക്കുന്നത്. അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അല്ല മോനെ എപ്പോഴും ഒരു കണ്ണു വേണം കേട്ടോ ആ കിരണിന്റെ ചന്ദ്രസേന മേലെ. കാരണം എന്തെങ്കിലും സത്യങ്ങൾ അവരും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരും. പിന്നെ അറിയാലോ. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് പോവാണ്. മനോഹറിനറിയാം, കാരണം ബോധമില്ലാത്ത സമയത്താണ് താൻ അവരെ കൊണ്ടക്കെടുത്തിരിക്കുന്നത്. ഈ കൃത്യങ്ങളൊക്കെ ചെയ്ത് തന്റെ അമ്മായിമ്മയാ. പക്ഷേങ്കിൽ അവരുടെ താരയ്ക്ക് ഇനിയിപ്പോ ബോധം വീണല്ല ഓർമ്മശക്തി തിരികെ കിട്ടിയാലും തന്റെ പേര് പറയാൻ പോകുന്നില്ല. താന് എവിടെയും കൊണ്ടക്കെടുത്തിയെന്നുള്ളതിന്റെ തെളിവും കാര്യങ്ങളൊന്നുമില്ല. വന്നാൽ തന്നെ തന്റെ അമ്മായിമ്മയ്ക്കെതിരെ വരത്തുള്ളൂ. അതുകൊണ്ട് തനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ താൻ ഇവിടുന്ന് പോകേണ്ടവനാ. മാക്സിമം പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് വേണം പോകാനായിട്ട്. അതിനുള്ള തന്ത്രം നോക്കിയാൽ മതി. അല്ലാതെ ഇവരെ രക്ഷിച്ചിട്ട് തനിക്ക് പുണ്യൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് മനോഹർ മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.